ഹായ് ഫ്രണ്ട്സ്, ഇഷാദ് പടിഞ്ഞാറ്റുമുറാണ്. ഞാനിപ്പോൾ ഉള്ളത് കൂരിയാട് പനമ്പുഴ പാലത്തിനവിടെ കേട്ടോ. കൂരിയാട് പനമ്പുഴ പാലത്തിനോട് വർക്ക് നടന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്തായിട്ട് 3 വരിയുടെ പാലം പണിതിരിക്കുകയാണ്. അപ്പം പഴയ പാലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കക്കാട് നിന്നും നേരെ കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ പഴയ പാലം, അതുപോലെ തന്നെ കുളപ്പുറം കൂരിയാട് പാടം കഴിഞ്ഞ് നമ്മൾ കക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പുതിയ 3 വരി പാലമാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കക്കാടിൽ നിന്നും നേരെ നമ്മൾ കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ വെച്ചാൽ കൂരിയാട് പാടം കടന്ന് പോകുന്ന വഴി. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ നോക്കി നിങ്ങൾ, സർവീസ് റോഡ് ഇതാണ്. പിന്നീട് കണ്ടോ 2 വരിയാണ് അവിടെ, 2 വരി. അപ്പോൾ ഇതിൽ വിഷയം എന്ന് വെച്ചാൽ നോക്കി, ഈ സർവീസ് റോഡിൽ വരുന്ന വരി, ഈ 2ാമത്തെ വരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നമ്മൾ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ സ്പീഡ് വാഹനങ്ങളും, അതുപോലെ സെക്കൻഡ് ട്രാക്കിൽ കുറച്ച് സ്പീഡിലുള്ള വാഹനങ്ങളും. അപ്പോൾ ഈ സെക്കൻഡ് ട്രാക്കിൽ വരുന്ന വാഹനങ്ങളുമായിട്ട് നേരിട്ട് കറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ 2ാമത്തെ ലൈനിലാണ് കയറുന്നത്. ഈ 2ാമത്തെ ലൈനിൽ കൂടെ വാഹനം വരുന്നുണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് വന്നിട്ട് നേരെ നമ്മളെ പനമ്പുഴ പാലമാണിത്. ഓ നല്ല ചുമട്ടോ. അപ്പോൾ കണ്ടോ, ഇത് 2 വരിയാണ്. അപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ പൊന്നാനി ഭാഗത്ത് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇതേമാതിരി പെട്ടെന്ന് 6 വരി പാതിൽ കൂടെ, ഒരു സൈഡിലെ 3 വരി പാതിൽ കൂടെ വന്നിട്ട് പെട്ടെന്ന് 2 വരി ആ സമയത്ത് വണ്ടി ഇടിച്ചിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതേമാതിരിയുള്ളൊരു അപകടം ഇവിടെ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉടനെ ഒരു മറുഭാഗത്ത് പാലമാണ്. കാരണം ഇത് അത്രയും വലിയൊരു സംഭവമാണ്. കാരണം അവിടുന്ന് നല്ല ഇറക്കമാണ്. ആ ഇറക്കത്തു നിന്നാണ് നേരെ വാഹനം നേരെ താഴ്ത്തി കൂടി വന്നിട്ട് ഇവിടെ കയറുന്നത് കേട്ടോ. ഇപ്പോൾ ഈ വാഹനം വരുന്നുണ്ടോ നിങ്ങൾ, ഈ വാഹനം, ഇത് വലിയ വാഹനം. ഈ വലിയ വാഹനം കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗം നോക്കിക്കോട്ടോ, ശരിക്കും നിങ്ങൾ നോക്കിക്കോ. ഇത് 2 ലൈൻ ഇവിടെ ട്യൂബ്ലർ മാർക്കർ വെച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ വന്നു, അതിൻ്റെ ബാക്കിൽ ഈ വണ്ടി കയറ്റം നോക്കി നേരെ അങ്ങോട്ട് റോഡിലേക്ക് കയറണം. പക്ഷേ ഇവിടെ സ്പേസ് ഇല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം അവിടുന്ന് വാഹനം വരുമ്പം ഇതൊരു അപകടത്തിന് നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ്. ഇതെന്ന് വെച്ചാൽ ഒന്നാമത് ഇറക്കം കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളൊക്കെ സാധാരണ യാത്രക്കാരാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ കുറേ ടെക്നിക്കൽ വശം അറിയുന്ന ആൾക്കാരാണ് ഇത് പണിതിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കിവിടെ അപകടം എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് വാഹനം പോകുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ അപകടം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു അപകടത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അപകടത്തിന് നമ്മൾ ഈ ഭാഗത്തുള്ള ആളുകൾ മൊത്തം സാക്ഷിയാവേണ്ടി വരും. ഇവിടുത്തെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് നമ്മുടെ കുറേ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.